പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ശൂനോയോ നോമ്പിൻ്റെ 14-ാം ദിവസത്തെ ഈ സന്ധ്യ നാം ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടുകയാണ്. നോമ്പിൻ്റെ ദിവസങ്ങളിൽ പതിയെ നമ്മിൽ നിന്ന് അവസാന ഭാഗത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് 14-ാം ദിവസം. നാളെ 15 നോമ്പിൻ്റെ അവസാന ദിവസമാണ്. ഈ 15 ദിവസം നാം പ്രാർത്ഥിച്ചു, നോമ്പെടുത്തു, ദൈവവചനം ധ്യാനിച്ചു. നമ്മുടെ ജീവിതത്തിലെ പല വേദനകളും ദൈവത്തിൻ്റെ തിരുമുൻപിൽ നാം സമർപ്പിച്ചു. എന്നാൽ നാളെ വിശുദ്ധ നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവസാനിക്കരുത്. വിശുദ്ധ നോമ്പ് അവസാനിക്കുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം അത് കൂടുതൽ ആഴപ്പെടും. ഇന്നത്തെ സന്ധ്യയിൽ നമുക്ക് പരിശുദ്ധയായ ദൈവമാതാവിൻ്റെ കുരിശിൻ ചുവട്ടിലുള്ള ആ നിൽപ്പിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ നമ്മുടെ സന്ധ്യാ തിരുവചന ധ്യാന വചനം യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അവൻ്റെ അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മർദ്ദലാക്കാരത്തി മറിയയും നിന്നിരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യമാണ്. കുരിശിൻ കീഴിൽ നിന്ന വിശുദ്ധിയായ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു കാൽവരിയിലെ ആ നിമിഷം. അവളുടെ സ്വന്തം പുത്രൻ കുരിശിൽ കിടക്കുകയാണ്. അവന്റെ ശരീരം മുറിവുകളാൽ നിറഞ്ഞിരിക്കുന്നു. അവനെ ചുറ്റും പരിഹാസവും വേദനയും മരണത്തിന്റെ അന്തരീക്ഷം. എന്നാൽ ആ സമയത്ത് മറിയം ഓടിപ്പോയില്ല. അവൾ കുരിശിന്റെ അരികിൽ നിന്നു. യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മ നിന്നിരുന്നു. ഈ ഒരു വാക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. ജീവിതത്തിൽ സന്തോഷമുള്ളപ്പോൾ ദൈവത്തിന്റെ കൂടെ നിൽക്കുവാൻ എളുപ്പമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമ്പോൾ വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്. കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടം പോലെ നടക്കുമ്പോൾ ദൈവത്തിന് നന്ദി എന്ന് പറയുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ കുരിശു വരുമ്പോൾ, പ്രാർത്ഥിച്ചിട്ടും രോഗം മാറാത്തപ്പോൾ, നമ്മുടെ പ്രതീക്ഷകൾ തകർന്നപ്പോൾ, നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ കണ്ണുനീർ ആരും കാണാഞ്ഞപ്പോൾ, അപ്പോഴും ദൈവത്തിന്റെ കൂടെ നിൽക്കുവാൻ നമുക്ക് കഴിയുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധ ദൈവമാതാവ് നമ്മോട് പറയുന്നു, കുരിശിന്റെ സമയത്തും ദൈവത്തെ ഉപേക്ഷിക്കരുത്. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ ഒരു കുരിശ് ചുമന്നുകൊണ്ടിരിക്കും. ഈ ധ്യാനം കേൾക്കുന്ന ഒരാളായിരിക്കാം. ആ കുരിശ് എന്താണെന്ന് മറ്റാർക്കും അറിയണമെന്നില്ല. പക്ഷെ ദൈവത്തിന് അത് വ്യക്തമായി അറിയാം. നിങ്ങളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. നിങ്ങളുടെ മനോവേദന ദൈവം അറിയുന്നുണ്ട്. നിങ്ങൾ രാത്രിയിൽ രഹസ്യമായി ചൊല്ലുന്ന നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. കാൽവരിയിൽ പരിശുദ്ധിയായ മറിയം കുരിശിന്റെ കീഴിൽ നിന്നതുപോലെ നമ്മുടെ ജീവിതത്തിലെ കുരിശിന്റെ സമയത്തും ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് പഠിക്കാം. നാളെ പരിശുദ്ധമായ ശൂനോയോ നോമ്പിന്റെ 15-ാം ദിവസമാണ്. അതായത് നോമ്പിന്റെ അവസാന ദിവസം. 15 ദിവസത്തെ നമ്മുടെ നോമ്പും നമ്മുടെ പ്രാർത്ഥനയും നാളെ ഒരു സമർപ്പണമായി ദൈവത്തിന്റെ തിരുമുൻപിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എന്നാൽ നാളെ വിശുദ്ധമായ നോമ്പ് അവസാനിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതം അവസാനിക്കരുത്. വിശുദ്ധ നോമ്പ് നമ്മെ മാറ്റിയെങ്കിൽ ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ തുടരണം. നാം കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാകണം. നാം തിരുവചനത്തിൽ ജീവിക്കുന്നവരാകണം. നാം ക്ഷമിക്കുന്നവരാകണം. നാം സ്നേഹിക്കുന്നവരാകണം. ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നവരാകണം. നാളെ വിശുദ്ധമായ നോമ്പിന്റെ അവസാന ദിവസമാകുമ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ 15 ദിവസങ്ങളിൽ ഞാൻ അങ്ങയുടെ തിരുമുൻപിൽ കൊണ്ടുവന്ന എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ ഏൽപ്പിക്കും. എനിക്ക് ലഭിക്കേണ്ടത് അങ്ങയുടെ ഇഷ്ടപ്രകാരം എനിക്ക് നൽകി തരണം. എനിക്ക് ലഭിക്കാത്തതിലും അങ്ങയുടെ ഹിതം സ്വീകരിക്കുവാൻ കൃപ നൽകണം. എൻ്റെ കുരിശ് ചുമക്കുവാനുള്ള ശക്തി തമ്പുരാനെ എനിക്ക് നൽകണം. കുരിശിന്റെ കീഴിൽ നിന്ന പരിശുദ്ധ ദൈവമാതാവിനെ പോലും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ
എന്നെ അവിടുന്ന് സഹായിക്കണം. പ്രിയ ദൈവമക്കളെ, ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. പരിശുദ്ധ ദൈവമാതാവ്, കുരിശിന്റെ കീഴിൽ നിന്ന അമ്മ, ഞങ്ങളുടെ ജീവിതത്തിലെ കുരിശുകളിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കണം. ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നൽകണം. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐക്യം നൽകണം. രോഗികൾക്ക് ആശ്വാസം നൽകണം. ദുഃഖിക്കുന്നവർക്ക് പ്രത്യാശ നൽകണം. കരയുന്നവർക്ക് ആശ്വാസം നൽകണം. വഴിതെറ്റിയവരെ യേശുവിലേക്ക് തിരികെ കൊണ്ടുവരണം. വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും വിശ്വാസം നൽകണം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ കാത്തിരിക്കുന്നവർക്ക് തമ്പുരാനെ ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള ഒരു കൃപ നൽകണമേ. പരിശുദ്ധ കന്യക മറിയമേ, നാളെ 15 നോമ്പിന്റെ അവസാന ദിവസത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഈ 15 ദിവസങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഓരോ പ്രാർത്ഥനയും യേശുവിൻ്റെ തിരുമുൻപിൽ സമർപ്പിക്കണം. ഞങ്ങൾ ചോദിച്ചതിലും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയുന്ന ദൈവത്തിൻ്റെ തിരുഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഞങ്ങളുടെ കുരിശുകളിൽ നിന്ന് ഓടിപ്പോകാതെ കുരിശിൻ്റെ കീഴിൽ വിശ്വാസത്തോടെ നിൽക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഞങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തോട് കൂടുതൽ അവിടുന്ന് അടുപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് 14-ാം ദിവസം. നാളെ 15 നോമ്പിൻ്റെ അവസാന ദിവസമാണ്. ഈ നോമ്പിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ചോദിക്കാം. ഈ 15 ദിവസങ്ങളിൽ ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തോ? നമ്മുടെ പ്രാർത്ഥനയിൽ മാറ്റമുണ്ടായോ? നമ്മുടെ വിശ്വാസത്തിൽ വളർച്ചയുണ്ടായോ? നമ്മുടെ ഹൃദയത്തിൽ ക്ഷമ വന്നോ? നമ്മുടെ ജീവിതം യേശുവിലേക്ക് കൂടുതൽ തിരിഞ്ഞു? നാളെ അവസാന ദിവസമായിരിക്കാം, പക്ഷേ നമ്മുടെ ആത്മീയ യാത്രയുടെ അവസാനമല്ല. വിശുദ്ധ നോമ്പ് അവസാനിക്കട്ടെ, പ്രാർത്ഥന അവസാനിക്കരുത്, ദൈവവചനം അവസാനിക്കരുത്, യേശുവിനോടുള്ള സ്നേഹം അവസാനിക്കരുത്. കുരിശിന്റെ കീഴിൽ നിന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. യേശു മിശിഹായുടെ കൃപയും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസവും നമ്മോടും കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.